പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹാദിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു. സുഫത്തിന്റെ അഹ്ലുകാരിൽപ്പെട്ട റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ കുന്തു അബീതു മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ രാത്രി താമസിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വുളൂഇന് വേണ്ടിയും അവിടുത്തെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോകാറുണ്ടായിരുന്നു. നിരന്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖിദ്മത്തിന്റെ ആവശ്യത്തിന് വേണ്ടി വരുന്ന റബീഅ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, സല്ലി, നിനക്ക് എന്താണ് ആവശ്യമുള്ളത് എന്നോട് ചോദിച്ചോളൂ. ആ സമയത്താണ് റബീഅ റളിയല്ലാഹു അൻഹു കിട്ടിയ അവസരം പാഴാക്കാതെ പറയുകയാണ്, അസ്അലുക മുറാഫഖത ഫിൽ ജന്ന, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരുമിച്ച് നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ചോദിക്കുകയാണ്, അതല്ലാത്ത വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? അദ്ദേഹം വീണ്ടും പറഞ്ഞത് ഹുവദാക, അത് തന്നെയാണ് എനിക്ക് ആവശ്യമെന്ന്. ഇതേ അവസരത്തിൽ സാധുക്കളായ നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചോദിക്കുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. സ്വർഗം വേണമെന്ന് മാത്രമല്ല, സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെയുള്ളതായ ഒരു സാഹചര്യമാണ് അവിടെ നിന്ന് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും അദ്ദേഹത്തിനോട് പറയുകയാണ്, ഫഅനി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരന്മാരെ, ഈ ഒരു ഹദീസിലൂടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് അധികരിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നിസ്കാരം കൃത്യമായ രീതിയിൽ നിർവഹിക്കുകയും ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുകയും സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗം നേടാനുള്ളതായ ഒരു അവസരം നാം കണ്ടെത്തേണ്ടതുണ്ട്. ഭൂമി ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള നാം ഇവിടെയുള്ളതായ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് മാത്രം ജീവിക്കാനുള്ളവരല്ല, മറിച്ച് അള്ളാഹുവിനിക്ക് വേണ്ടി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിതം ധന്യമാക്കുക എന്നുള്ളതാണ് ഓരോ സത്യവിശ്വാസിയുടെ ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത്. ദൈനംദിനം എല്ലാ സമയങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരുപാട് സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് സ്വർഗം നേടാൻ സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ.